അപ്പോൾ ഇതേ നമ്മുടെ പഴങ്കഞ്ഞിയും പിന്നെ നമ്മൾ ഉണ്ടാക്കിയ അച്ചാറല്ല മാങ്ങാച്ചാറും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. അതേ കുറച്ച് മാങ്ങാച്ചാർ എടുക്കാം, കുറച്ച് ഇത് എടുക്കുക, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ആഹാ, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ചാവ് നോക്കാം. അപ്പോൾ നമ്മുടെ മാങ്ങാക്കറി അടിപൊളിയായിട്ട്. പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്, അത് ചെറിയതായിട്ട് എന്ന് വെച്ചാൽ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ഉപ്പ് കൂടിയാലും കുഴപ്പമില്ല, അതെല്ലാം പുരട്ടി വെക്കാം. നല്ല ടേസ്റ്റാണല്ലോ, നമുക്കൊന്ന് വാട്ടിയെടുക്കാം. കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഉലുവ ഇട്ടാൽ ഉലുവയെല്ലാം ശരിയായി വരുമ്പോഴേക്കും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി നമ്മുടെ പച്ചമാങ്ങ അത് എല്ലാം കൂടി ചേർക്കുക. ആവശ്യത്തിന് ഉപ്പും പിന്നെ ഇട്ട് കൊടുക്കുക. അതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അതേ നമ്മുടെ സംഭവം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പ്രത്യേകം ചേർക്കേണ്ട ഒരു ഐറ്റം ശർക്കരയാണ്. ശർക്കര അപ്പോൾ ചീകി വെച്ചതായിരുന്നു, അത് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ശർക്കര പാനി ചേർത്താലും നല്ലതാണ്. അപ്പോൾ അതിലേക്ക് ശർക്കരയും ഇട്ട് കൊടുത്തു. അപ്പോൾ പുളിയും ശർക്കരയും കൂടി ചേർന്ന ഒരു പ്രത്യേക ടേസ്റ്റായി മാറിയിട്ടുണ്ട് നമ്മുടെ മാങ്ങാക്കറി. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതിനെ കൂടി നമുക്ക് കുറച്ച് പഴങ്കഞ്ഞിക്ക് ആവശ്യമായ തൈരൊഴിക്കുക. പിന്നെ ഉള്ളിയും പച്ചമുളകും ചതച്ച് തന്നെ എടുക്കണം, അതിനെ പുറത്തേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടതൊരു മുട്ട വറുത്തതാണ്. പിന്നെ നമ്മുടെ മാങ്ങാക്കറി. പിന്നെ പച്ചമുളക്, ഉള്ളി, മോരൊഴിച്ചില്ലേ, അപ്പോൾ എല്ലാം കൂടി ഒരു പുളിയാവും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശർക്കര ചേർത്തത് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് നമുക്കുണ്ട്. വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.